വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം വികസന പദ്ധതികളിൽ നിന്ന് പുറകോട്ട് പോകില്ലെന്ന് മന്ത്രി എം.പി. രാജേഷ്. പക്ഷേ കേരളയിൽ അടക്കമുള്ള പദ്ധതികളിൽ പരിസ്ഥിതി ആഘാത പഠനങ്ങളെല്ലാം പൂർത്തിയാക്കാതെ സർക്കാർ മുന്നോട്ട് പോകില്ല. കാലാവസ്ഥയെ പരിഗണിക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലെന്നും മന്ത്രി ന്യൂസ് 18 Q18 പരിസ്ഥിതി മാറ്റം പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ കേരളയിൽ പ്രതിഷേധമൊക്കെ നടത്തിയതെന്ന് ഈ സമയത്ത് പോലും പ്രതിപക്ഷം കോൺഗ്രസും ഒക്കെ പറയുന്നുണ്ട്. അത് സർക്കാർ എങ്ങനെ കാണുന്നുണ്ട്? കേരളിന്റെ സാധ്യതയും വെല്ലുവിളിയൊക്കെ അത് ഈ ഒരു ഘട്ടത്തിൽ അത് മാറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടോ? അല്ല, ഇപ്പം നമ്മൾ കേരളയിലല്ല ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് വികസന പദ്ധതികൾ ഉപേക്ഷിക്കുക എന്നതല്ല, ഒരു നീജർക്ക് റിയാക്ഷൻ എന്ന് പറയും, അതല്ല ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ദുരന്തമുണ്ടായി, ഇനിയൊന്നും വേണ്ട, അങ്ങനെയല്ല. നമ്മൾ ദുരന്തത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക? ഒരു ശാസ്ത്രീയ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ ശാസ്ത്രീയ സമീപനം ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും പുലർത്തുന്നുണ്ട്, അത് തുടർന്നും ഉണ്ടായിരിക്കും. അടിമുടി ശാസ്ത്രീയമായിട്ടുള്ളൊരു സമീപനമായിരിക്കും ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ശാസ്ത്രത്തിൻ്റെ അറിവുകളൊക്കെ ലഭ്യമാണല്ലോ, ആ അറിവുകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് പദ്ധതി നടപ്പാക്കുമ്പോഴും ഇത്തരം പഠനങ്ങളില്ലാതെ നടപ്പാക്കാനാവില്ല. അപ്പം അതുകൊണ്ട് ഈ പദ്ധതികൾ ആകെ ഉപേക്ഷിക്കണം എന്ന വാദം അത് വളരെ ബാലിശമായിട്ടുള്ള വാദമാണ്. ഇപ്പോൾ തന്നെ ഏത് പദ്ധതിയും നടപ്പാക്കണമെങ്കിൽ ഇത്തരം പഠനങ്ങൾ അനിവാര്യമാണ്, ക്ലിയറൻസസ് അനിവാര്യമാണ്. ഒരു ക്ലിയറൻസും ഇല്ലാതെ ഒരു പദ്ധതി നടപ്പാക്കാനാവില്ലല്ലോ.